മാസ്റ്റർ ഫോർ യുവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിഗ്രി ലെവൽ മാത്സിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ ലൈൻ ഇൻ്റഗ്രൽസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ പ്രോബ്ലമാണ്, ഒരു വലിയൊരു പ്രോബ്ലമാണ്. പ്രീവിയസ് ഇയേഴ്സ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ഇയറിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവാലുവേറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ ഐ ഈസ് ഈക്വൽ ടു എ ഡോട്ട് ഡി ആർ വേർ എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു ആണ് എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വെക്ടർ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എലോങ് ഈച്ച് ഓഫ് ദ പാത്ത് എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, നെയിംലി 3 പാത്ത് തന്നിട്ടുണ്ടല്ലേ. പാരാബോള y square ഈസ് ഈക്വൽ ടു എക്സ് ഫ്രം 1 1 to 4 2. ഓക്കെ, ദ കർവ് എക്സ് ഈസ് ഈക്വൽ ടു 2 u square plus u plus 1 വേർ y ഈസ് ഈക്വൽ ടു കോമയുണ്ട് വേർ u ഈസ് ഈക്വൽ ടു u1 plus u square ഫ്രം 1 1 to 4 2 ആൻഡ് ദ ലൈൻ. അപ്പോൾ ഒരു പാരാബോള തന്നിട്ടുണ്ട്, ഒരു കർവ് തന്നിട്ടുണ്ട്, ലൈൻ തന്നിട്ടുണ്ട് അല്ലേ. 3 കേർവ്സ്, 3 സെറ്റ് ഓഫ് ഒരു പരാബോള, ഒരു കർവ്, ഒരു ലൈൻ, അങ്ങനെ 3 സെറ്റാണ് തന്നേക്കുന്നത്. നമുക്ക് ഐ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഐ ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്, എ ഡോട്ട് ഡി ആർ എന്നുള്ള ഇക്വേഷനും തന്നിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്ത് വരാം അല്ലേ. ഓക്കെ, അപ്പോൾ ഐ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ സി എ ഡോട്ട് ഡി ആർ അല്ലേ. ഇൻ്റഗ്രൽ ഓവർ സി എ ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു എന്താണ്, എയുടെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ. എ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു ഐ പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു ജെ അല്ലേ. ഇതാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പം ഡി ആർ, എടാ ഡി ആർ എന്താണ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടില്ലേ. ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി ഇസഡ് കെ അല്ലേ. ഇതാണ് ഡി എക്സ്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് നോക്കണം, ഇത് ഡോട്ട്, ഇതാണ് ഡോട്ട് നമ്മുടെ ഇപ്പം എഴുതിയ സാധനം ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ അല്ലേ. അത് മായ്ക്കല്ലേ മേളത്തെ, ഇസഡിന്റെ എഴുതണ്ട, കാരണം ഇസഡ് കമ്പോണന്റ് ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അപ്പം ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ എന്ന് എഴുതിയിരുന്നത്. ഡി ആർ എന്തായിരുന്നടാ, ഡി ആർ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി ഇസഡ് കെ. ഓക്കെ, അപ്പോൾ ഇസഡ് കമ്പോണന്റ് ഇവിടെ ഡോട്ടിന്റെ കൂടെ ഇവിടെ ഇസഡ് കമ്പോണന്റ് എഴുതണ്ട, വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ ഇസഡ് കമ്പോണന്റ് ഇല്ലല്ലോ, ഐ ജെയും മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. അപ്പോൾ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്താണ്, ഐ ഡോട്ട് ഐ 1 ആയി പോകത്തില്ലടാ, ബാക്കി എന്ത് കിട്ടും, എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു എന്താണ് ഡി വൈ. ഇത്രേ കിട്ടത്തുള്ളൂ. ഇവിടെ എസ് സി ഇട്ടോണേ, കർവല്ലേ, കർവാണ്, സോ സി ഇട്ടോണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ഐയുടെ ഇക്വേഷൻ അല്ലെ. ഐയുടെ ഇക്വേഷൻ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കർവ് എന്ന് പറഞ്ഞാൽ പാരബോളയാണ്. പാരബോളയുടെ ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്, എന്താണ്, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. ഓക്കെ, വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മാപ്പിംഗ് നടക്കുന്നത് 1 1 to 4 2 എന്ന് പറഞ്ഞ മാപ്പിംഗ് ആണ് നടക്കുന്നത്. സോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് അല്ലെ. വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ്. എടാ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എക്സിന്റെ ടേം ഉണ്ട്, വൈയുടെ ടേം ഉണ്ട്, ഡി എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എക്സ് ഉണ്ട്, ഡി വൈ ഉണ്ട്. നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റീസ് എല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇന്റഗ്രേറ്റ് ചെയ്ത് ആൻസറിലോട്ട് പോകാൻ പറ്റത്തില്ല. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ ടേമിനെയും കൂടെ ഒരു പ്രത്യേക ടേമിലോട്ടാക്കും. ഒന്നുകിൽ എല്ലാത്തിനും എക്സിലോട്ടാക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനെയും വൈയിലോട്ടാക്കണം. നമുക്കിപ്പം എല്ലാത്തിനെയും എന്തിലോട്ടാക്കാനാണ് എളുപ്പം, ഇൻ ടേംസ് ഓഫ് എക്സിലോട്ടാക്കാനാണ് എളുപ്പം. വൈയിലോട്ടാക്കുന്ന കുറച്ച് അല്ല, വൈയിലോട്ടാക്കാനാണ് എളുപ്പം. എക്സിലോട്ടാക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉള്ള ടേംസിനെ എല്ലാത്തിനെയും വൈയിലോട്ടാക്കാം, ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സും തന്നിട്ടുണ്ട്. ഒന്ന് ഡെറിവേറ്റീവ് എടുത്തിടാം വിത്ത് റെസ്പെക്ട് ടു എക്സിന്. ഡെറിവേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഒന്ന് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 2y dy ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടത്തില്ലേ. 2y dy ഈസ് ഈക്വൽ ടു ഡി എക്സ് എന്ന് കിട്ടും. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ, കാരണം എക്സിലോ വൈയിലോട്ടാക്കാന്ന് പറഞ്ഞത് കണ്ട, എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വൈ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ വൈ കണ്ടുപിടിക്കേണ്ടി വരും. വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റൂട്ട് എക്സ് ഒക്കെ കിട്ടും. അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകണ്ട. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എന്തിലോട്ടാക്കുന്ന, എക്സിലോട്ട് വൈയിലോട്ടാക്കുന്നത്. എല്ലാത്തിനെയും കൂടെ വൈയിലോട്ടാക്കാം. അതായത് എന്ത് കിട്ടൂടാ, അപ്പോൾ ഐ ഇക്വേഷൻ ഒന്ന് നോക്കിയോടാ, ശ്രദ്ധിച്ചോ, വളരെ എളുപ്പമാണ്. ഇൻ്റഗ്രൽ ഓവർ സി, അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ എന്ന് എടുത്ത് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, വൈ സ്ക്വയർ പ്ലസ് വൈനെ വൈ ആയിട്ട് തന്നെ എഴുതിയാൽ മതി. ഡി എക്സ് എന്താണ്, നമ്മളിത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, എന്താണ്, 2y dy. ഓക്കെ, പ്ലസ് വൈനെ അതേപോലെ ഇട്ടുന്ന മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ സ്ക്വയർ അല്ലേ. വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 2y അല്ല, ഡി വൈ മാറ്റണ്ട, ഡി വൈ തന്നെ, ഡി വൈ അല്ലേ, ഡി വൈ എല്ലാം വൈ ആ ടേംസിലെല്ലാം കിട്ടുന്നാൽ മതി. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലിമിറ്റ്. നമ്മളിപ്പോൾ എല്ലാം വൈയിലോട്ടല്ലേ മാറ്റിയത്. നമുക്കൊരു പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എന്താണ്, 1 1 to 4 2 തന്നിട്ടുണ്ട് അല്ലേ. ഞാൻ ഒന്നും കൂടെ എഴുതിയിട്ട് മാറ്റാം. ഇപ്പം ഐ ഈസ് ഈക്വൽ ടു, ഞാൻ പറയുകയാണ്, ഇവിടുത്തെ ലിമിറ്റ് എത്രയാണ്, 1 1 to 4 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ടീഷൻ ഇതാണ്, വൈ സ്ക്വയർ പ്ലസ് വൈ
ഇൻറ്റു 2y dy. എങ്ങനെ കിട്ടിയെന്നൊക്കെ മനസ്സിലായില്ല അല്ലേ? y മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇതിൽ ലിമിറ്റ് എല്ലാത്തിനെയും വൈയിലോട്ടല്ലേ മാറ്റണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വൈ ലിമിറ്റ്സിലോട്ട് തന്നെ ഇതിനെ മാറ്റണം. വൈ ലിമിറ്റ്സ് ഏതോട്ട് ഏതുവരെയാണ് വേരി ചെയ്യുന്നത്? 1 to 2 ആണ് അല്ലേ? കാരണം ഇത് എക്സും ഇത് വൈയും അല്ലേ? ഇത് എക്സും ഇത് വൈയും അല്ലേ? അപ്പോൾ വൈ മാത്രം ആലോചിച്ചാൽ മതി. വൈയുടെ വേരിയേഷൻ ഇവിടെ വൈയുടെ വാല്യൂ 1 ആണ്, ഇവിടെ വൈയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ വൈയുടെ വേരിയേഷൻ എല്ലാം വൈയിലോട്ട് മാറ്റുന്നുണ്ട്. വൈയുടെ വേരിയേഷൻ മാത്രം നമ്മൾ ആലോചിച്ചാൽ ഏതോട്ട് ഏതുവരെയാണ്? 1 to 2 ആണ് വൈയുടെ വേരിയേഷൻ. സോ അതിനെപ്പറ്റി മാത്രം ഇപ്പം നിലവിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടൂടാ? ഇൻ്റഗ്രൽ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 എന്താണ്? വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു എന്താണ്? 2y dy പ്ലസ് വൈ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള എല്ലാം അകത്ത് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ സോൾവിങ് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 എന്ത് കിട്ടും? ഈ 2y അകത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 2y ക്യൂബ് പ്ലസ് എന്ത് കിട്ടും? 2y സ്ക്വയർ. ഡി വൈ ഒക്കെ ലാസ്റ്റ് എഴുതാം കേട്ടോ, ലാസ്റ്റ് ഒന്നിച്ച് എഴുതാം. വൈ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ഒന്നിച്ച് എഴുതിയാൽ മതിയല്ലോ. വൈ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ ലാസ്റ്റ് എല്ലാം ഒന്നിച്ചല്ല ചെയ്യുന്നത്. ഇതിൽ ലൈക്ക് ടേംസ് ഏതൊക്കെ ഉണ്ടടാ ഒന്ന് നോക്കടാ. ഇൻ്റഗ്രൽ 1 to 2 2y ക്യൂബ് ഒന്നല്ലേ ഉള്ളൂ. സോ അത് മാത്രം അങ്ങനെ എഴുതുക. വൈ സ്ക്വയറും 2y സ്ക്വയർ ഉണ്ട്, മൈനസ് വൈ സ്ക്വയർ ഉണ്ട്. അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വൈ സ്ക്വയർ കിട്ടും പ്ലസ് വൈ ഇൻറ്റു എന്താണ്? ഡി വൈ. ഓക്കെ, ഇൻ്റഗ്രൽ 1 to 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രലിലെ സൈൻ ഒന്നും ഇടണ്ട, നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. കാരണം എല്ലാം ആയി കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2y ക്യൂബിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? 2y⁴/4 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ y³ 3 പ്ലസ് വൈയുടെ ഇൻ്റഗ്രൽ എന്താണ്? y²/2. ലിമിറ്റ് ഇടുക. ലിമിറ്റ് എത്രയാണ്? 1 to 2 ആണ് ലിമിറ്റ് അല്ലേ? 1 to 2 ആണ് ലിമിറ്റ്. ഇപ്പം ഞാൻ ഇപ്പുറത്തോട്ട് എഴുതാം. 1 to 2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എത്രയാണ്? 2 ആണ്. ഇപ്പോൾ 2 ഓടാ. 2 ഇൻറ്റു 2⁴/4 അപ്പർ ലിമിറ്റ് ആണ് കൊടുക്കുന്നത്. പ്ലസ് 2³ പ്ലസ് എന്താണ്? 2² ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് 1 ആണ്. വൈക്കെല്ലാം 1 കൊടുത്താൽ എന്ത് കിട്ടും? 2/4 പ്ലസ് 1/3 പ്ലസ് 1/2. ഇതാണ് ലോവർ ലിമിറ്റ്. അപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തു. ഇനി സോൾവ് ചെയ്യണം. ഇവിടെ എത്ര വരും? 4ഉം 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടും. 2ഉം ഇവിടുത്തെ ഒരു 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ അവിടെ 3 ആവും. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 2 4 4 × 2 8 കിട്ടത്തില്ലേ? ചെയ്ത് നോക്കിയാൽ മതി, എളുപ്പമാണ് കേട്ടോ. 8 കിട്ടും. 8 പ്ലസ് എത്രയാണ്? 8 കിട്ടും. 8 പ്ലസ് 8/3 അല്ലേ? 8/3 മൈനസ് 4/2 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ അത് കട്ടാകുമ്പോൾ 1/2 പ്ലസ് 1/3 മൈനസ് 1 സോറി പ്ലസ് 1/2. അപ്പോൾ എത്ര കിട്ടൂടാ? ഫസ്റ്റ് ബ്രാക്കറ്റിൽ ഉള്ള ആദ്യത്തെ രണ്ടെണ്ണം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 20/3 പ്ലസ് 8 ഇതും കൂടെ ചെയ്യുമ്പോൾ 20/3 പ്ലസ് 8/3 മൈനസ് എത്രയാണ്? 1 പ്ലസ് 1/3. സോൾവ് ചെയ്തോളാം. സോൾവ് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. 16/6 മൈനസ് 4/3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 34/3. LCM എടുത്ത് ചെയ്യുമ്പോൾ 34/3. ഇത്രയും മതി. 34/3 ഇതാണ് എന്ത്? പിന്നെ ഇതുവരെ സ്പ്ലിറ്റ് ഇനി കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 34/3 ഇതാണ് ഇതിൻ്റെ ആൻസർ കേട്ടോ. ഇത്രയോ മനസ്സിലായല്ലോ? ഒന്ന് അവർ പറയുന്ന മെത്തേഡിലിട്ടിട്ട് നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഇതിനെ ഇതാണ് ഫസ്റ്റ് പാർട്ട് കേട്ടോ. ഇനി അടുത്ത സെക്കൻഡ് പാർട്ട്. അപ്പോൾ ഇതിനെ ഞാൻ ഫസ്റ്റ് എന്ന് വിളിച്ചു. ഇപ്പോൾ ചെയ്തതിനെ ഞാൻ ഫസ്റ്റ് പാർട്ട് എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പാർട്ട്. ദ കർവ് x ഈസ് ഈക്വൽ ടു ഫസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞു. ദ കർവ് x ഈസ് ഈക്വൽ ടു 2u² പ്ലസ് u പ്ലസ് 1. അതിൽ y ഈസ് ഈക്വൽ ടു 1 പ്ലസ് u² ഫ്രം 1 to 4 2. ശ്രദ്ധിച്ചെഴുതണേ. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കർവ് പരബോള അല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു പരബോള അല്ലല്ലോ, കർവ്. എക്സ് ഈസ് ഈക്വൽ ടു 2u² പ്ലസ് u പ്ലസ് 1. അല്ല, വൈയുടെ വാല്യൂ എത്രയാണ്? y ഈസ് ഈക്വൽ ടു 1 പ്ലസ് u². വേരിയേഷൻ 1 1 to എത്രയാണ്? 4 2. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കണം. ഇതാണ് എക്സിൻ്റെ ഇക്വേഷൻ അല്ലേ? എക്സിൻ്റെ ഒരു ഇക്വേഷൻ ഒക്കെ തന്നിട്ടുണ്ട്. പഴയ ഐയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ ഐയിൽ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എന്താണ്? 1 1 to എന്താണ്? 4 2. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ,
ഇതിൽ എല്ലാത്തിനും ഏതിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും? എക്സിലോ വൈയിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എല്ലാം നമ്മൾ യുയിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം കേട്ടോ. കാരണം യു അല്ലേ മെജോറിറ്റി ആയിട്ട് നിൽക്കുന്ന, മെജോറിറ്റി അല്ല, നമ്മൾ എക്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി യുയിലോട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. എക്സിലോട്ട് കൺവേർട്ട് ചെയ്താൽ ക്വാഡ്രാറ്റിക് ഒക്കെ വരും. അപ്പോൾ അത് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡി എക്സ് എന്ത് കിട്ടും? ഡി എക്സ് എന്ന് പറഞ്ഞാൽ 4u + 1 × du എന്ന് കിട്ടും അല്ലേ? ഇതാണ് ഡി എക്സ്, 4u + 1 × du. അതേപോലെ മറ്റേതിൻ്റെ ഡി വൈ, y = 1 + u² അല്ലേ? അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ ഡി വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? dy = 2u du എന്ന് കിട്ടും. സോ ഇതാണ് നമുക്ക് ഡി എക്സും ഡി വൈയും കിട്ടി. ഇൻ ടേംസ് ഓഫ് യുവിലല്ലേ കിട്ടിയത്, വേറെ വിഷയമൊന്നുമില്ല. ഇനി എക്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, എക്സും വൈയും ഉണ്ടല്ലോ, അത് രണ്ട് യു അല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമല്ലേ ഉള്ളൂ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ലിമിറ്റ് കണ്ടാടാ. ലിമിറ്റ് എക്സ് വൈ ടേമിലല്ലേ ലിമിറ്റ് കിടക്കുന്നത്, നമ്മളെല്ലാം യുയിലോട്ടല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണോടാ? യുയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാത്തിനെയും എന്തിലോട്ടാണ് മാറ്റുന്നേടാ? യുയിലോട്ടല്ലേ മാറ്റുന്നത്. അപ്പോൾ ഒന്ന് നോക്ക്. ഇപ്പം വൈയുടെ ലിമിറ്റ് എത്രയാടാ? വൈയുടെ ലിമിറ്റ് ആണ് 1 to 2 അല്ലേ വൈയുടെ ലിമിറ്റ്. അപ്പോൾ y = 1 വരുമ്പോൾ നമുക്ക് എളുപ്പമുള്ള ഏതാണോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y = 1 വരുമ്പോൾ യുവിൻ്റെ വാല്യൂ എന്ത് കിട്ടും? y = 1 വരുമ്പോൾ അതൊന്ന് ക്ലിയർ ആയിക്കോളെ. ഞാൻ എന്തിനാണ് y എടുത്തതെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ y = 1 വരുമ്പോൾ y = 1 to u അല്ലേ? വൈയുടെ ലിമിറ്റ് 1 to u അല്ലേ? അതാണ്ട് y 1 to u. അപ്പോൾ എന്തുകൊണ്ടാണ് എക്സ് എടുക്കാത്തതെന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ y = 1 വരുമ്പോൾ ഞാൻ എഴുതുകയാണ് 1 = 1 + u² എന്ന് എഴുതാമല്ലോ. അത് ഈ ഇക്വേഷൻ 1 + u² എന്ന് എഴുതാം. അപ്പം യുവിൻ്റെ വാല്യൂ എത്ര കിട്ടും? u² = 0, u = 0. അപ്പോൾ യുവിൻ്റെ വാല്യൂ 0 കിട്ടി. അടുത്ത y = 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 = 1 + u². അപ്പോൾ 2 - 1 1 = u². അപ്പോൾ u = 1. അപ്പോൾ വേരിയേഷൻ കിട്ടി, 0 to 1 എന്ന് വേരിയേഷൻ കിട്ടി. യുവിൻ്റെ വേരിയേഷൻ യു ആണ് നമുക്ക് വേണ്ടത്, 0 to 1 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് വരും, എന്തുകൊണ്ട് സാർ എക്സിൻ്റെ എടുത്തില്ല? എക്സിനും വേരിയേഷൻ ഉണ്ടല്ലോ. എക്സിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്? 1 to 4. അത് എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിൻ്റെ ഇക്വേഷൻ കണ്ടാടാ. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1 = 2u² + u + 1 എന്ന് കിട്ടും. ഇതിൽ നിന്ന് യു കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് എക്സിനെ കൺസിഡർ ചെയ്യാതെ വൈയെ കൺസിഡർ ചെയ്തത്. കാരണം ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഒക്കെ വന്നതാണ്ട. ഈ ക്വാഡ്രാറ്റിക് ഒക്കെ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് യുവിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ. അതിനേക്കാളും വളരെ എളുപ്പമാണ് വൈയുടെ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ യുവിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടി. യുവിൻ്റെ ലിമിറ്റ് അപ്പോൾ എത്രയാണടാ? 0 to 1 ആണ് യുവിൻ്റെ ലിമിറ്റ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി. സോ ഇൻ്റഗ്രൽ 0 to 1. ഇനി എക്സ് എന്താണടാ? ശ്രദ്ധിച്ചു കൊടുക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതോ എഴുതി വെച്ചിട്ടുണ്ട്, 2u². നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? 2u² + u + 1 + y. മനസ്സിലാവുന്നുണ്ടോ? എക്സ് തന്നിട്ടുണ്ട് നമുക്ക്. എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് കൊടുക്കുക. ഡി എക്സും ഡി വൈയും അതും അറിയാം, അതും അതിൻ്റെതായ സ്ഥാനങ്ങളിൽ കൊടുക്കുക. പ്ലസ് വൈ എത്രയാണ്? 1 + u² × dx. dx എത്രയാണടാ? 4u + 1. ഇതാണ് dx. ശ്രദ്ധിച്ചു കൊടുക്കണേ. dx 4u + 1 × എന്തുണ്ട്? du ഉണ്ട്. പ്ലസ് അടുത്ത y - x. y എത്രയാണ്? 1 + u² മൈനസ് എക്സിൻ്റെ വാല്യൂ ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക. എന്താണ്? 2u² + u + 1 × dy. dy എന്ന് പറഞ്ഞാൽ എന്താണ്? 2u du. ഇത്രയും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതാണ് നമുക്കിനി സോൾവ് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ കാര്യമായിട്ടും വളരെ പതുക്കെ വളരെ സമാധാനത്തിൽ സോൾവ് ചെയ്യുക, ഇല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. എന്ത് കിട്ടുമോടാ അടുത്തത്? ഇനി ആദ്യം അകത്തുള്ളത് നമുക്ക് എഴുതാം. അകത്തുള്ള എഴുതുമ്പോൾ എന്ത് കിട്ടും? 2u² + u² 3u² + u + 2 എന്ന് കിട്ടും അല്ലേ? 3u² + u + 2 × എന്താണ്? 4u + 1 × du. പിന്നെ എഴുതാം, കാരണം ഒരു du മതിയല്ലോ. പ്ലസ് എന്താണ്? 1 + u² അല്ലേ? 1 + u² മൈനസ് 2u² മൈനസ് u മൈനസ് 1 × എന്താണ്? 2u du. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ? 12u³ + 4u² + 8u + 3u² + u
പ്ലസ് 2 ഇത് ഈ പാർട്ടാണ് ഇപ്പൊ ചെയ്തത്. അകത്ത് 2 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. പ്ലസ് അടുത്ത ഇത് അകത്തുള്ള സോൾവ് ചെയ്ത് നോക്കടാ, എന്ത് കിട്ടും? മൈനസ് യു സ്ക്വയർ മൈനസ് യു എൻ്റെ കൂടെ എന്തുണ്ടടാ ഇൻറ്റു 2u du കൂടെ ഉണ്ട് അല്ലേ. നമുക്ക് ഒന്നും കൂടെ എഴുതിയിട്ട് സോൾവ് ചെയ്യാം കേട്ടോ. ഇന്റഗ്രൽ 0 to 1 എന്താണ് 12u ക്യൂബ് പ്ലസ് 4u സ്ക്വയർ പ്ലസ് 8u പ്ലസ് 3u സ്ക്വയർ പ്ലസ് u പ്ലസ് 2 മൈനസ് 2u ക്യൂബ് മൈനസ് 2u സ്ക്വയർ du. ആ 2uവിനെയും കൂടെ അകത്ത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ അകത്ത് കൊടുത്തിട്ട് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ചെയ്യാം. എന്ത് കിട്ടും? 0 to 1 യു ക്യൂബ് രണ്ടെണ്ണം ഉണ്ട്, അത് രണ്ടും 12 2 അല്ലേ. അപ്പൊ നമുക്ക് 10u ക്യൂബ് എന്ന് കിട്ടും. 10u ക്യൂബ് മൈനസ് എത്രയാ? 10u ക്യൂബ് കിട്ടി. ഇനി അടുത്ത യു സ്ക്വയർ 3 എണ്ണം ഉണ്ട്, 4u ഉണ്ട്, 3u ഉണ്ട്, മൈനസ് ഉണ്ട്. 4 3 7 7 5 അല്ലേ. പ്ലസ് 5u സ്ക്വയർ പ്ലസ് എത്ര യു ഉണ്ട്? സാധാ യു 9u അല്ലേ. ഇവിടെ 8u, ഇവിടെ ഒരു യു 9u പ്ലസ് എത്രയാണ്? 2 ഇൻറ്റു du. ഇപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ ആയി. അപ്പൊ ഇന്റഗ്രൽ 0 to ഇന്റഗ്രേഷൻ വേണ്ടല്ലോ, ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാമല്ലോ, എല്ലാ പാർട്ടും കഴിഞ്ഞല്ലോ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 10u ക്യൂബിനെ നമുക്ക് എന്ത് എഴുതാം? 10u raised to 4/4 പ്ലസ് 5u ക്യൂബ് ബൈ 3 പ്ലസ് 9u സ്ക്വയർ ബൈ 2 പ്ലസ് എത്രയാണ്? 2u 0 to 1. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? ഒന്ന് നോക്കിക്കേ. ഇന്റഗ്രേറ്റ് ചെയ്തു. ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പൊ എന്ത് കിട്ടും? 10/4 പ്ലസ് 5/3 പ്ലസ് 9/2 പ്ലസ് 2 അപ്പർ ലിമിറ്റ് കൊടുത്തു. മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണെടാ? 0 ആണ്. ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ലോവർ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 0 കിട്ടും. ഓക്കെ. അപ്പം അകത്തുള്ള സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15 പ്ലസ് 10 പ്ലസ് 27 പ്ലസ് 12 ബൈ എത്രയാണ്? 6 അല്ലേ. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 64/6 എന്ന് കിട്ടും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 32/3 എന്ന് കിട്ടും. ലാസ്റ്റിന്റെ ആൻസർ എത്രയാണ്? 34/3 ആണ് അല്ലേ. മറ്റേതിന്റെ ആൻസർ 34/3 അല്ലേ കിട്ടിയത്? 34/3. ഇത് എത്രയാണ്? 32/3 കിട്ടും. അങ്ങനെ സെയിം ആയിട്ട് വന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. ദ ലൈൻ y ഈസ് ഈക്വൽ ടു 1. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേടാ. ദ ലൈൻ y ഈസ് ഈക്വൽ ടു 1. y ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ ഫ്രം 1 to 4 2. 1 to 4 2 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലാണ് y ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ. ഫോളോഡ് ബൈ ദ ലൈൻ x ഈസ് ഈക്വൽ ടു 4. x ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ അടുത്ത ലൈൻ. അതിന്റെ വേരിയേഷൻ എന്താണ്? 4 1 to 4 2. അതിന്റെ അടുത്ത രണ്ട് വേരിയേഷൻ ആണ്. മനസ്സിലായോ? അതായത് y ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ 1 1 to 4 1 അതിന്റെ കൂടെ അടുത്ത ലൈൻ x ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ വേറൊരു ലൈൻ. ഒരു ക്വസ്റ്റിനിൽ തന്നെ രണ്ട് ലൈനിന്റെ ഇക്വേഷൻ ആണ് തന്നേക്കുന്നത്. അപ്പൊ രണ്ടും നമുക്ക് സോൾവ് ചെയ്യണം. അതുകൊണ്ടാണ് അത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇപ്പൊ തേർഡ് പാർട്ട് എഴുതുകയാണ്. തേർഡ് പാർട്ട് എഴുതാം. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലൈൻ എഴുതാം അല്ലേ. എലോങ് ദ ലൈൻ എന്താണ്? y ഈസ് ഈക്വൽ ടു 1. അതിന്റെ വേരിയേഷൻ ഏത് വഴിയാണ്? 1 1 to 4 1 വരെയാണ് ഫസ്റ്റ് ലൈനിന്റെ വേരിയേഷൻ. അപ്പൊ ആദ്യം നമുക്ക് അത് ചെയ്യാം. 1 1 to 4 1. അപ്പൊ അത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അപ്പം എന്താ ചെയ്യാനുള്ള? നമുക്ക് y ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു വന്നു. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് dy ഈസ് ഈക്വൽ ടു ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് i1 എന്ന് വിളിക്കാം. i1ന്റെ ഇക്വേഷൻ i1 എന്ന് പറഞ്ഞാൽ നമ്മളെ നേരത്തെ ഇത് തന്നെയാണ് i1. അപ്പൊ കണ്ടീഷൻ 1 1 to എത്രയാണടാ? 4 1 അല്ലെ. 4 1 എന്താണ് ഇക്വേഷൻ? x പ്ലസ് y ഇൻറ്റു dx അല്ലെ. എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. സോ ഐ ഈസ് ഈക്വൽ ടു ഓക്കെ. അവിടെ ഡി വൈ നമുക്ക് എന്താണെന്ന് കിട്ടി? 0 ആണെന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? y കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഒരു ഡെറിവേറ്റീവ് 0 കിട്ടി കഴിഞ്ഞാൽ അതിന്റെ പാർട്ട് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. y കോൺസ്റ്റന്റ് ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലിമിറ്റ് ആരെ എടുക്കണോടാ? എക്സിന്റെ ലിമിറ്റ് വേണം എടുക്കാൻ. എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 1 1 to എത്രയാണ്? 4 1 ആണ് അല്ലെ. അപ്പം y കോൺസ്റ്റന്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഏതിന്റെ ലിമിറ്റ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? എക്സിന്റെ ലിമിറ്റ് ഏത് തൊട്ട് ഏത് വരെയാണ്? 1 to 4 അല്ലെ. അപ്പോൾ i ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 to 4. ഓക്കെ, 1 to 4. ഇനി എന്തെടുക്കണം? y 1 അല്ലേ. എക്സ് എത്രയാ? എക്സിന്റെ വാല്യൂ എക്സ് അതേപോലെ ഇടാം. വൈയുടെ വാല്യൂ 1. എക്സ് പ്ലസ് 1 ഇൻറ്റു ഡി എക്സ് അതേപോലെ പ്ലസ് 1 മൈനസ്
എക്സ് ഇൻറ്റു ഡി വൈ എന്ന് പറഞ്ഞാൽ എത്രയാണ് 0 അല്ലേ, കാരണം ഡി വൈ 0 എന്നല്ലേ കിട്ടിയേ. അപ്പം I1 എന്ന് എഴുതണേടാ, കാരണം ഫസ്റ്റ് ലൈൻ അല്ലേ, 2 ലൈൻ ഇല്ലേ നമുക്ക്, അപ്പോൾ ഫസ്റ്റ് ലൈൻ. അപ്പോൾ എന്ത് കിട്ടും, x+1 ഇൻറ്റു ഡി എക്സ് മാത്രമേ കാണത്തുള്ളൂ അല്ലേ, ബാക്കി മറ്റേ പാർട്ട് 0 ആയിപ്പോൾ. അപ്പോൾ I1 ഈസ് ഈക്വൽ ടു നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാലോ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, x²/2 പ്ലസ് എക്സ് 1 to 4 ആണ് ഇൻറ്റഗ്രൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, അപ്പർ ലിമിറ്റ് 4² പ്ലസ് 4 അപ്പർ ലിമിറ്റ് ഇത് മൈനസ് ലോവർ ലിമിറ്റ് എന്താണ് 1/2 പ്ലസ് 1. അപ്പോൾ അപ്പർ ലിമിറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുവാണ് 16/2 അല്ലേ, 16/2 ചെയ്യുമ്പോൾ എന്താണ് 8 അല്ലേ, 8 + 4 മൈനസ് 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 3/2, അതായത് 12 മൈനസ് 3/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടുവാ 21/2 എന്ന് കിട്ടും അല്ലേ, 21/2 എന്ന് കിട്ടും. ഓക്കെ, 21/2 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇതിലെ തന്നെ സെക്കൻഡ് പാർട്ട്, അടുത്ത ലൈൻ എലോങ്. അപ്പോൾ I1ന്റെ വാല്യൂ നമുക്ക് കിട്ടി, എലോങ് എന്താണ് ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ അടുത്ത ലൈൻ അല്ലേ. അതിന്റെ വേരിയേഷൻ എങ്ങനെയാണ്, ഫ്രം 4.1 to 4.3 അല്ലേ, ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു 4 ആണ്. അപ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ 0 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം അതിന്റെ മീനിങ് എന്താണ്, എക്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പം നമ്മൾ ലിമിറ്റ് ഏതിന്റെ എടുക്കണം, ലിമിറ്റ് വൈയുടെ ലിമിറ്റ് എടുക്കണം. 4.1 to എത്രയാണ് 4.3 ആണ്. അപ്പോൾ വൈയുടെ ലിമിറ്റ് ഏതോട്ട് ഏത് വരെ ആയിരിക്കും 1 to 3 ആയിരിക്കും വൈയുടെ ലിമിറ്റ്. അപ്പം അത് വേണം കൺസിഡർ ചെയ്യാൻ. സോ I2 ഈസ് ഈക്വൽ ടു നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എഴുതാം, 4.1 to എന്താണ് 4.3 എക്സ് പ്ലസ് വൈ ഇൻറ്റു എന്താണ് ഡി എക്സ്, എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് എന്താണ് വൈ മൈനസ് എക്സ് ഇൻറ്റു എന്താണ് ഡി വൈ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ I2 ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 1 to 3 എന്ന് പറഞ്ഞാണ് എടുക്കാവുള്ളൂ, അറിയാമല്ലോ. ഇനി എക്സിന്റെ വാല്യൂ എത്രയാടാ 4 അല്ലേ, അപ്പോൾ 4 + y ഇൻറ്റു ഡി എക്സ് എത്രയാണ് 0 പ്ലസ് വൈ എത്രയാണ് അറിയത്തില്ലല്ലോ, അപ്പോൾ y മൈനസ് 4 ഇൻറ്റു ടി വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും ഫസ്റ്റ് പാർട്ട് 0 ആണ്, 1 + 3. അപ്പം നമുക്ക് y മൈനസ് 4 മാത്രം എടുക്കാം അല്ലേ, y മൈനസ് 4 ഇൻറ്റു ഡി വൈ അല്ലേ. ഇതാണ് I2ന്റെ വാല്യൂ. ഓക്കെ, ഇപ്പോൾ ഇൻറ്റഗ്രേഷൻ കഴിയുമ്പോൾ എന്ത് കിട്ടും, I2 ഈസ് ഈക്വൽ ടു y²/2 മൈനസ് 4y എന്ന് കിട്ടും അല്ലേ. ഇനി നമുക്ക് ലിമിറ്റ് 1 to 3 ലിമിറ്റ് കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, I2 ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 9/2 മൈനസ് 12, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, മൈനസ് ലോവർ ലിമിറ്റ് 1/2 മൈനസ് 4. ഇതാണ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. ഇത് സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, മൈനസ് 4 എന്ന് കിട്ടും അല്ലേ. -4 എന്ന് കിട്ടും. ഓക്കെ, നമ്മുടെ നെറ്റ് I എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ, നെറ്റ് I എന്ന് പറഞ്ഞാൽ I1 + I2 ആയിരിക്കും അല്ലേ. I1ന്റെ I2ന്റെ കോമ്പിനേഷൻ ആയിരിക്കും ലാസ്റ്റ് കിട്ടുന്ന നെറ്റ് I എന്ന് പറഞ്ഞാൽ. അപ്പോൾ I1 എത്രയാണ്, I1 നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നു 21/2, I2 എത്രയാണ് 4 അല്ലേ. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 21 മൈനസ് 8/2 എന്ന് കിട്ടും അല്ലേ. 21 മൈനസ് 8 എത്രയാടാ 13 അല്ലേ, 13/2 എന്ന് കിട്ടും. I1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എടുക്കണം കേട്ടോ, I1 + I2 എടുത്താലേ നമുക്കത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ ലൈൻ ഇൻറ്റഗ്രൽ എത്രയാണ്, ഇവാലുവേറ്റ് ദ ലൈൻ ഇൻറ്റഗ്രൽ I ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു 0 പോലെ ഇടുന്നതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് സർഫസ് എന്നർത്ഥം. ക്ലോസ്ഡ് സർഫസ് എക്സ് ഡി വൈ വേർ സി ഈസ് ദ സർക്കിൾ ഇൻ ദ XY പ്ലെയിൻ ഡിഫൈൻഡ് ആസ് x² + y² = a². ഓക്കെ, ഒരു സർക്കിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു സർക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിൽ എന്താണ് പറഞ്ഞേക്കുന്നത്, ക്ലോസ്ഡ് സർക്കിൾ ആണ്. പക്ഷേ XY പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, XY പ്ലെയിനിലുള്ള ഒരു ക്ലോസ്ഡ് സർക്കിൾ ആണ്. അപ്പം അതിൽ എന്താണ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്കതിൻ്റെ എക്സ് കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്, നമുക്ക് സോൾവ് ചെയ്താൽ മാത്രം മതി, എളുപ്പമാണ്. x² + y² = a² എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് എക്സ് കണ്ടുപിടിക്കാം, കാരണം ഇവിടെ x dy ആണല്ലോ, എക്സ് അല്ലേ വേണ്ടത്.
സോ എക്സ് ഈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ ഈസ് ഈക്വൾ ടു നമുക്ക് എഴുതാം എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാമല്ലോ, എഴുതാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൾ ടു നമുക്ക് എന്ത് എഴുതാം, റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. പ്ലസ് ഓർ മൈനസ് എന്ന് വരും കേട്ടോ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ, അതായത് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് എന്താണ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും ഉണ്ട് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. നമുക്ക് എപ്പോഴും റൈറ്റ് സൈഡിലുള്ള എഴുതിയിട്ട് ഇൻറ്റു 2 ചെയ്യാം, അപ്പം രണ്ടും കിട്ടും. കാരണം പ്ലസ് ഓർ മൈനസ് എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട് അല്ലേ, രണ്ട് വാല്യൂസ് ഉണ്ട്. പക്ഷെ രണ്ട് വാല്യൂസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിനാണല്ലോ എപ്പോഴും പോസിറ്റീവ്, ഫസ്റ്റ് ക്വാർട്ടറിനാണ് പോസിറ്റീവ്, ഫസ്റ്റ് സെക്കൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഫസ്റ്റ് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ക്വാർട്ടറിന്റെ ചെയ്തിട്ട് ഇൻറ്റു 2 കൂടെ നമുക്ക് ആൻസറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സാധാരണ നോർമൽ ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസ് ഉള്ളത് കൊണ്ട് ഇവിടത്തെ മൈനസ് എ ആയിരിക്കും, ഇവിടത്തെ എന്തായിരിക്കും, ഇവിടെ ഇപ്പുറത്തെ ഇത് പ്ലസ് എ ആയിരിക്കും അല്ലേ, ഒരിടത്ത് മൈനസ് എയും ഒരിടത്ത് പ്ലസ് എ ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം മാത്രം മനസ്സിൽ ആലോചിച്ചിരുന്നത്. ഒരിടത്ത് മൈനസ് ആയിരിക്കും, ഇതുണ്ടല്ലോ റേഡിയസ്, എങ്ങനത്തെ വരുമ്പോൾ റേഡിയസ് ഇവിടെ മൈനസ് എ ആയിരിക്കും, ഇവിടെ പ്ലസ് എ. അപ്പോൾ വേരിയേഷൻ ഏതോട്ട് ഏതൊരെയാണ്, മൈനസ് എ ടു എ ആണ് വേരിയേഷൻ. ഓക്കെ, അത് മാത്രം ഒന്ന് ആലോചിച്ചിരുന്നായി, മൈനസ് എ ടു എ, ഇത്രയേ ഉള്ളൂ. മൈനസ് എ ടു എ എന്താണ്, റൂട്ട് ഓഫ്, അതിന്റെ വാല്യൂ ആണ്, എളുപ്പമാണോടാ, റൂട്ട് ഓഫ് എന്താണ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു എന്താണ് ഡി വൈ, ഇത്രയല്ലേ ഉള്ളൂ. പുറത്ത് എന്തുണ്ടടാ, ഒരു 2 ഉണ്ട് ഇല്ലേ, 2 ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കാരണം 2 ഇൻറ്റു ചെയ്യണം, 2 ചെയ്താലേ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതാണ് കാര്യം. ഇനി ഇന്റഗ്രൽ മൈനസ് എ ടു എനെ നമുക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, പ്രോപ്പർട്ടി അനുസരിച്ച് കൺവേർട്ട് ചെയ്തൂടെ. മൈനസ് എ ടു എ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം. സോറി, 2 ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇത് ഇന്റഗ്രേഷൻ ആണ്, പ്ലസ് 2 നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു റിസൾട്ട് ആണ്. സോ അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഓൾറെഡി പുറത്തൊരു 2 ഉണ്ട്, അതിൻ്റെ കൂടെ എന്ത് വരും, ഒരു 2 കൂടെ വരും. പക്ഷേ ലിമിറ്റ് നമുക്ക് എന്ത് എഴുതാം, 0 ടു എ റൂട്ട് ഓഫ് എന്താണ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി വൈ. അറിയത്തില്ലേ, ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്റഗ്രേഷനിൽ പഠിച്ചിട്ടുണ്ട്, ഇന്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു ഫോർമുലയുണ്ട്. എന്താണെന്ന് അറിയാമോ, എക്സ് ബൈ 2, പ്ലസ് 2 പഠിച്ച കാര്യങ്ങളാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. ഇതാണ് ഇന്റഗ്രേഷനിൽ നമ്മൾ പഠിക്കുന്ന ഫോർമുല, പ്ലസ് 2 പഠിക്കുന്ന ഒരു റിസൾട്ട് ആണ്. പക്ഷേ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് കൊടുത്തേക്കുന്നത്, വൈ ആണ്, അത്രയേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന എക്സ് ആണ്, പക്ഷെ ഇവിടെ എന്താണ്, അത് വൈ ആണ്. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ, സോറി ഇനി ഇന്റഗ്രൽ കൊടുക്കണ്ടല്ലോ, ഇന്റഗ്രലിന്റെ റിസൾട്ട് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ 4 ഇൻറ്റു എന്ത് എഴുതാം, വൈ ബൈ 2. എക്സിന്റെ സ്ഥാനത്ത് വൈ കൊടുക്കണം, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ്, വൈ ആണ് കൊടുത്തേക്കുന്നത് അല്ലേ. വൈ ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എന്താണ് വൈ സ്ക്വയർ പ്ലസ് എന്താണ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് വൈ ബൈ എ. കഴിഞ്ഞു, ലിമിറ്റ് കൊടുക്കുക 0 ടു എ, 0 ടു എ എന്ന് പറഞ്ഞ ലിമിറ്റ് കൊടുക്കുക. എടാ ശ്രദ്ധിക്കടാ, 4 ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്താണെടാ, എ അല്ലേ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ പാർട്ട് എന്താവും, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാകത്തില്ലേ. എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്താണ്, 0 അല്ലേ. അപ്പോൾ ഈ ഫുൾ ടേം എന്തായി പോടാ, 0 ആയി പോകത്തില്ലേ, 0. പ്ലസ് ഇവിടെ എ കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഇവിടെ എ കൊടുക്കുമ്പോൾ എന്ത് കിട്ടുകൂടാ, എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്ന് കിട്ടത്തില്ലേ. സൈൻ ഇൻവേഴ്സ് എന്താണ് എ ബൈ എ, സൈൻ ഇൻവേഴ്സ് എ ബൈ എ എന്താണ് 1 ആണ്, സൈൻ ഇൻവേഴ്സ് 1 ആണ്. സൈൻ ഇൻവേഴ്സ് 1 വാല്യൂ ഇല്ലേ, ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ ടേം എഴുതണം, എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1. അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് ആയി, മൈനസ് ലോവർ ലിമിറ്റ് ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. 0 ഇവിടെ വൈക്ക് 0 കൊടുക്കുമ്പോൾ തന്നെ ഇത്രയും ടേം 0 ആവത്തില്ലേ. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല, 0 പ്ലസ് അടുത്ത 0 കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 0 അല്ലേ, സൈൻ ഇൻവേഴ്സ് 0 എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പൊ നമ്മൾ മെനക്കെട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് പാർട്ടിൽ മാത്രമേ ആൻസർ കാണത്തുള്ളൂ. സോ ഐ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എന്താണ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണെടാ, പൈ ബൈ 2. അറിഞ്ഞിരിക്കണം, സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, പൈ ബൈ 2. ഇത്രയേ ഉള്ളൂ. അപ്പം 4 എല്ലാം കട്ട് ചെയ്ത് ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പൈ എ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ആൻസർ. മനസ്സിലായോ? വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ലൈൻ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു സ്കെയിലാർ എന്ന് പറഞ്ഞ ടോപ്പിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ലെങ്തി ആണ് പ്രോബ്ലംസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു സോ മച്ച്.